ബോളിവുഡും ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു മാസമാണ് ഏപ്രിൽ. വെക്കേഷൻ ടൈം എന്നതാണ് ഈ മാസത്തിന് ഇത്രമാത്രം ഡിമാൻഡ് നൽകുന്നത്. മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് തിയേറ്റർ ഒക്യുപ്പൻസിയും കൂടുതൽ കളക്ഷനും അവധി സമയത്ത് ലഭിക്കുമെന്ന് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. ഏപ്രിൽ റിലീസ് ലക്ഷ്യമിട്ടുകൊണ്ട് മലയാളത്തിൽ നിന്നും 4 ചിത്രങ്ങളാണ് ഈ വർഷം റിലീസിനെത്തുന്നത്. ഒന്നാമതായി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജ് ബ്ലെസ്സി ടീമിന്റെ സ്വപ്ന പദ്ധതിയായ ആടുജീവിതം അഥവാ ദി ഗോട്ട് ലൈഫ്. മലയാളികൾ ഒന്നടങ്കം നെഞ്ചിലേറ്റിയ ഒരു നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരം എന്ന ഒറ്റ കാരണം ചിത്രത്തിന് നൽകിയത് മികച്ച പബ്ലിസിറ്റിയാണ്. മാത്രമല്ല 10 വർഷത്തിന് ശേഷം എത്തുന്ന ബ്ലെസ്സി ചിത്രം എന്നതും നായകനായി എത്തുന്നത് പൃഥ്വിരാജ് ആണെന്നതും ചിത്രത്തിന് മാറ്റുകൂട്ടി. ഒരു പിടി വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോവുകയും ശേഷം വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ആടുവളർത്തൽ കേന്ദ്രത്തിൽ ദാരുണ സാഹചര്യങ്ങളിൽ അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മലയാളി യുവാവിന്റെ കഥയാണ് ആടുജീവിതം പറഞ്ഞു വെക്കുന്നത്. 5 ഭാഷകളിലായി ദി ഗോട്ട് ലൈഫ് എന്ന പേരിലാണ് ആടുജീവിതം പ്രദർശനത്തിനെത്തുന്നത്. മലയാള സിനിമയെ രാജ്യാന്തര തലത്തിലെത്തിക്കുന്ന ഒരു സിനിമയായാണ് ആടുജീവിതത്തെ അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. പൃഥ്വിരാജിനെ കൂടാതെ അമല പോളും ശോഭാ മോഹനുമാണ് മലയാളത്തിൽ നിന്നുള്ള മറ്റു താരങ്ങൾ. പുസ്തകത്താളുകളിൽ നിന്ന് കഥ വെള്ളിത്തിരയിലേക്ക് എത്തുമ്പോൾ അത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഒരു ആടുജീവിതം എന്ന സിനിമയുണ്ട് എന്നത് തന്നെയാണ്. ഒരുപക്ഷെ പ്രേക്ഷകർ ഇത്രമാത്രം ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന മറ്റൊരു അപ്കമിംഗ് റിലീസ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഏപ്രിൽ 10-നാണ് ചിത്രം റിലീസിനെത്തുക. രണ്ടാമതായി ഉണ്ണി മുകുന്ദനെ കേന്ദ്ര കഥാപാത്രമാക്കി രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്യുന്ന ജയ് ഗണേഷ്. പ്രഖ്യാപനം മുതൽ വ്യാപകമായ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ ചിത്രം പ്രേക്ഷകർ കാത്തിരിക്കുന്ന അപ്കമിംഗ് റിലീസുകളിൽ ഒന്നാണ്. സൂപ്പർ ഹീറോ കഥാപാത്രത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഫാമിലി എന്റർടൈനറാണ് ചിത്രമെന്ന സൂചനയാണ് പോസ്റ്ററുകൾ നൽകുന്നത്. നീണ്ട വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടി ജോമോൾ തിരിച്ചു വരുന്നു എന്നതും ചിത്രത്തിന് ഹൈപ്പ് നൽകുന്നുണ്ട്. മഹിമ നമ്പ്യാർ, രവീന്ദ്ര വിജയ്, അശോകൻ, ഹരീഷ് പെരടി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. ചിത്രത്തിലൂടെ പ്രശസ്ത തമിഴ് തെലുങ്ക് താരം രവീന്ദ്ര വിജയ് മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ഉണ്ണി മുകുന്ദൻ ഫിലിംസും രഞ്ജിത് ശങ്കറിന്റെ ഡ്രീംസ് ആൻഡ് ബിയോണ്ടും ചേർന്നാണ് ജയ് ഗണേഷ് നിർമ്മിക്കുന്നത്. പേരിലെ ഹിന്ദുത്വവും ചിത്രം പ്രഖ്യാപിച്ച ചില സാഹചര്യങ്ങളും ചിത്രത്തിനെതിരെ വ്യാപക വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ ചിത്രം പുറത്തെത്തുമ്പോൾ പല ചർച്ചകൾക്കും കാരണമാവും. വിഷു റിലീസായി ഏപ്രിൽ 11-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. ൽ യൂത്തന്മാർ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം. ഹൃദയത്തിന് ശേഷം പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ ഒരുക്കുന്ന ചിത്രം എന്നതും താരനിരയും വൻ ഹൈപ്പാണ് ചിത്രത്തിന് നൽകിയത്. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, കല്യാണി പ്രിയദർശൻ, ബേസിൽ ജോസഫ്, നീരജ് മാധവ്, നിത പിള്ള, അർജുൻ ലാൽ, നിഖിൽ നായർ, അജു വർഗീസ് തുടങ്ങി നീണ്ട താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മാത്രമല്ല വിനീത് ശ്രീനിവാസനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രം കൈകാര്യം ചെയ്യുന്നുണ്ട്. ചിത്രത്തിന്റെ പ്രമേയം എന്താണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഹൃദയം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വിനീത് ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയിലാണ്. മെറിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വൈശാഖ് സുബ്രഹ്മണ്യമാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഏപ്രിലിൽ വിഷു റിലീസായി ചിത്രം തിയേറ്ററുകളിലെത്തും. ലെ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ആവേശമാണ് അടുത്ത ചിത്രം. ഫഹദ് ഫാസിൽ നായകനാകുന്ന ചിത്രം പ്രധാനമായും കോളേജ് വിദ്യാർത്ഥികളെയും അവരെ സഹായിക്കാൻ എത്തുന്ന ഒരു ഗുണ്ടയുടെയും കഥയാണ് പറഞ്ഞു വെക്കുന്നത്. റിയൽ ലൈഫ് സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിക്കുന്ന ചിത്രം അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദും ഫഹദ് ഫാസിൽ ഫ്രണ്ട്സിന്റെ ബാനറിൽ നസ്രിയ നസീമും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ഒരേ സമയം കോമഡി, മാസ്, ആക്ഷൻ തുടങ്ങിയവ ഉൾപ്പെട്ട ഈ ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ പോകുന്നത് പക്ക എന്റർടൈനിങ് മൂവിയാണെന്ന് ഉറപ്പ് ടീസർ നൽകുന്നുണ്ട്. മാത്രമല്ല ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളികളുടെ സ്വന്തം നടൻ ഫഹദ് ഫാസിൽ തിരിച്ചെത്തുന്നു എന്നതും ചിത്രത്തിന് അമിത പ്രതീക്ഷ ഉളവാക്കുന്നുണ്ട്. മൻസൂർ അലിഖാൻ, ആശിഷ് വിദ്യാർത്ഥി, സജിൻ ഗോപു, പ്രണവ് രാജ്, മിഥുൻ ജയസ്, റോഷൻ ഷാനവാസ്, ശ്രീജിത്ത് നായർ, പൂജ മോഹൻരാജ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഏപ്രിൽ 11-നാണ് ചിത്രം റിലീസിനെത്തുക. ഞാനിവിടെ ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അവന്മാരെ തിരിച്ചടിക്കുകയും ചെയ്യും.
പ്രീ റിലീസ് ഹൈപ്പോട് കൂടി എത്തുന്ന ചിത്രങ്ങളാണ് ഈ പറഞ്ഞ നാലും. ആക്ടർ, സ്റ്റോറി, പ്ലോട്ട് ഇവയെല്ലാം ഒരേ സമയം വ്യത്യസ്തവും പ്രേക്ഷകരെ അട്രാക്ട് ചെയ്യുന്നവയാണ്. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും ഈ 4 ചിത്രങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുക എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ബാക്കി കഥ ഏപ്രിലിൽ കാണാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.